ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ എ സി സർക്യൂട്ട്സിൻ്റെ ബാക്കിയാണ് ഇനി പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഓരോ സർക്യൂട്ടുകൾ, അതായത് ആർ ഒള്ളി സർക്യൂട്ട്, എൽ ഒള്ളി സർക്യൂട്ട്, അത് കഴിഞ്ഞതിന് ശേഷം സി ഒള്ളി സർക്യൂട്ട് ഉള്ളത് നോക്കി. അതായത് റെസിസ്റ്റൻസ് മാത്രം, കപ്പാസിറ്റൻസ് മാത്രം, ഇൻഡക്റ്റൻസ് മാത്രം ആയിട്ടുള്ള സർക്യൂട്ട് നോക്കി. അതിനുശേഷം ആർ എൽ വരുന്ന സർക്യൂട്ടുകൾ, ആർ സി വരുന്ന സർക്യൂട്ട് ആണ് അതുവരെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് സീരീസ് എൽ സി ആർ സർക്യൂട്ടാണ്. അതായത് എൽ സി ആർ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആർ സി, എൽ സി അല്ലെങ്കിൽ എൽ ആർ എന്നുള്ള സർക്യൂട്ടുകളൊക്കെ പുറമെ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും കൂടി ഒറ്റ ഒരു സർക്യൂട്ടിലാണ് വരുന്നത് വെച്ചാൽ അതിനെയാണ് നമ്മൾ എൽ സി ആർ സർക്യൂട്ട് അല്ലെങ്കിൽ ആർ എൽ സി സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം, ആർ എൽ സി റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഈ മൂന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം പറയുന്നുണ്ട് സീരീസ് ആർ എൽ സി എന്നാണ്. അതായത് അപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ സീരീസ് സർക്യൂട്ടായിട്ടാണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ സി സോഴ്സ് കൊടുക്കുന്നുണ്ട്. അതായത് എ സി വോൾട്ടേജ് സോഴ്സ് നൽകുന്നുണ്ട്. എ സി വോൾട്ടേജ് സോഴ്സ് നൽകുന്ന സമയത്ത് ഈ മൂന്ന് കമ്പോണൻറ്റുകളിലൂടെയും റെസിസ്റ്റൻസ്, ഇൻഡക്ടർ, കപ്പാസിറ്റൻസ് എന്നീ മൂന്ന് കമ്പോണൻറ്റുകളിലൂടെയും ഒഴുകുന്ന കറണ്ടിൻ്റെ അളവ് ഐ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ, വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഐ എന്നുള്ളത് ആ ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന സമയത്ത് ഓരോ റിയാക്റ്റൻസുമായിട്ടും പ്രൊഡക്റ്റ് ചെയ്തിട്ട് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കും. ആ വോൾട്ടേജ് ഡ്രോപ്പുകളാണ് ഓരോ കമ്പോണൻറ്റിൻ്റെയും വോൾട്ടേജ് ഡ്രോപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് റെസിസ്റ്റൻസ് ആറിലൂടെ ഐ എന്നുള്ള കറണ്ട് ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ വി ആർ എന്നുള്ള ഡ്രോപ്പായിരിക്കും ഉണ്ടാവുക. വി ആർ എന്നുള്ള ഡ്രോപ്പ് നമുക്ക് എങ്ങനെയാണെന്ന് എഴുതേണ്ടതെന്ന് അറിയാം. വി ആർ സമം ഐ ഇൻറ്റു ആർ എന്നുള്ള ഡ്രോപ്പായിട്ടാണ് വരിക. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നത് വി എൽ എന്നുള്ള ഡ്രോപ്പാണ്. വി എൽ എന്നുള്ളത് ഇൻഡക്ടറുമായിട്ട് വരുന്നതാണ്. പക്ഷേ ഇൻഡക്ടറുമായിട്ട് വരുമ്പോൾ നമ്മൾ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ എൽ അല്ല നമ്മൾ എടുക്കേണ്ടത്. എന്തെടുക്കണം? എക്സ് എൽ എന്നുള്ള ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്നുള്ള വാല്യൂ എന്ത് ചെയ്യണം? നമ്മൾ അതിൽ നിന്ന് ചൂസ് ചെയ്യണം. അപ്പോൾ വി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എടുക്കേണ്ടത് ഐ ഇൻറ്റു എക്സ് എൽ എന്നുള്ള വാല്യൂ ആണ്. ഇൻറ്റു എന്നാണ് ഇത് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇൻറ്റു എക്സ് എൽ, വി ആർ ആവുന്ന സമയത്ത് ഐ ഇൻറ്റു ആർ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുക, വോൾട്ടേജ് ഡ്രോപ്പുകൾ വരുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ എന്നുള്ള കറണ്ടിന് എങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഫേസിൽ വരുന്നത്, അല്ലെങ്കിൽ അത് അവസാനം പറയാം. ഇപ്പോൾ വി എല്ലും അതുപോലെ തന്നെ വി ആറും പറഞ്ഞു. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പറയാനുള്ളത് വി സി എന്നുള്ളത്. വി സി എന്നുള്ളത് ഇതുപോലെ തന്നെ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറണ്ട് ഇൻറ്റു എക്സ് സി ആയിരിക്കും. എക്സ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അതുപോലെ തന്നെ എക്സ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. പിന്നെ ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്. ഇത്രയും മൂന്നുമാണ് ശരിക്കും ആ സർക്യൂട്ടിൽ എന്തുണ്ടാവുക, ഒരു പ്രതിരോധമായിട്ട് ഉണ്ടാവുന്നത് ഇവർ മൂന്ന് പേരും ആയിരിക്കും. അപ്പോൾ ഈ പ്രതിരോധങ്ങളെ ഒഴിവാക്കിയിട്ടാണ് അല്ലെങ്കിൽ തരണം ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ആർ എൽ സി എന്നുള്ള സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ ഈ പ്രതിരോധങ്ങൾ ഒഴിവാക്കിയിട്ട് കറണ്ട് ഒഴുകുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, കറണ്ടിന് ഒഴുകുന്നതിന് ഒരു രീതി ഉണ്ടായിരിക്കും. അപ്പോൾ എ സി സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ വോൾട്ടേജ് എന്തുണ്ട്, വോൾട്ടേജും കറണ്ടും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. വി ആറും അതായത് റെസിസ്റ്റൻസ് ഡ്രോപ്പും കറണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല അല്ലേ. അവർ രണ്ടുപേരും എപ്പോഴും ഇൻ ഫേസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ വരച്ചിരിക്കുന്ന ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു ഫേസർ ഡയഗ്രത്തിൽ ഐ എന്നുള്ള കറണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഐ എന്നുള്ള കറണ്ടിൻ്റെ
കൂടെ തന്നെ ആണ്, അതായത് കൂടെ തന്നെയാണെന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ ഫേസ് ആയിട്ടാണ് VR എന്നുള്ള റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, I എന്നുള്ള കറണ്ടിൻ്റെ കൂടെ തന്നെയാണ് VR എന്നുള്ള റെസിസ്റ്റൻസ് ഡ്രോപ്പ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിനുള്ള കാരണം എന്താ, Iയും VRും തമ്മിൽ എന്താണ്, ഇൻ ഫേസ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അങ്ങനെ ഒരേ ദിശയിലായിട്ട് എഴുതുന്നത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഐയുമായിട്ട് ആരെ കമ്പയർ ചെയ്യാണ്, VLനെ നമ്മൾ താരതമ്യപ്പെടുത്തുകയാണ്. അപ്പോൾ VLനെ നമ്മൾ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ്, I എന്നുള്ളതിൽ നിന്ന് എത്ര ഡിഗ്രി മാറിയിട്ടായിരിക്കും VL വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇൻഡക്ടറിൻ്റെ വോൾട്ടേജ് ആണ് VL എന്നുള്ളത്. ഇൻഡക്ടറിൻ്റെ വോൾട്ടേജ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, ഇൻഡക്ടറിൻ്റെ വോൾട്ടേജ് Iയിൽ നിന്ന് 90 ഡിഗ്രി ലീഡ് ചെയ്തിട്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ I ലീഡ് എന്നല്ല, തിരിച്ചാണ് വരേണ്ടത്. എന്താണ്, VL ലീഡ് 90 ഡിഗ്രി ലീഡ് ഓഫ് I എന്നുള്ളതിനെ VL 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങോട്ടാണ് കറങ്ങുന്നതെങ്കിൽ ഒമേഗ എന്നുള്ള ആംഗുലാർ വെലോസിറ്റി ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം, I എന്നുള്ളതിൻ്റെ മുൻപിലേക്ക് 90 ഡിഗ്രി വരുന്നത് ആരാണ്, 90 ഡിഗ്രി വരുന്നത് ഈ VL ആണ്. അപ്പോൾ നമുക്ക് VL ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ Iയും VLും തമ്മിൽ 90 ഡിഗ്രിയാണ് വ്യത്യാസമായിട്ട് വരുന്നത്. അത് 90 ഡിഗ്രി എന്നുള്ളത് മാർക്ക് ചെയ്യാം. ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത്, അടുത്ത ഫേസറായിട്ട് വരുന്നത് VC ആണ് അല്ലേ. VC എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസിൻ്റെ ഡ്രോപ്പ്. കപ്പാസിറ്റൻസിൻ്റെ ഡ്രോപ്പ് 90 ഡിഗ്രി ലാഗാണ്. ആരുമായിട്ടാണ്, കറണ്ടുമായിട്ട് 90 ഡിഗ്രി ലാഗാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് കപ്പാസിറ്റൻസിൻ്റെ ഡ്രോപ്പ് വരുമ്പോൾ 90 ഡിഗ്രി ലാഗാണ്. അപ്പോൾ അതിനെ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ താഴേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, കറങ്ങുന്നത് ഈ ദിശയിലായതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ പോകുന്നത്, അതായത് മുൻപിൽ നിൽക്കുന്നത് I ആണ്. അപ്പോൾ VC എന്നുള്ളതിനെ 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നതാണ് I. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് പറയൽ എങ്ങനെയാണ്, തിരിച്ച് പറയുന്നത് I എന്നുള്ളതിൻ്റെ 90 ഡിഗ്രി ലാഗിലാണ് VC എന്നുള്ളത് പറയാം. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നെറ്റ് റിസൾട്ടായിട്ട് നമ്മൾ കാണിക്കുന്നത് ശ്രദ്ധിക്കുക, VCയും VLും എന്നുള്ളത് എതിർ ദിശയിൽ, ഓപ്പോസിറ്റ് ദിശയിലാണ്. അതിൽ VL ആണ് വലുത് എന്നുള്ളത് ഒന്ന് അസ്യൂം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ചെറിയ ഭാഗത്തിനെ നമ്മൾ എടുക്കുന്നത് എന്തായിട്ടാണ്, VLിൽ നിന്ന് VC മൈനസ് ചെയ്ത്, അതായത് ഈ ഒരു പോയിന്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 0 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഈ പോയിന്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ VC താഴത്തോട്ടും VL എന്നുള്ളത് മുകളിലോട്ടുമാണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ മുകളിലോട്ട് വരുന്ന സമയത്ത് VLിൽ നിന്ന് VC നമ്മൾ എന്ത് ചെയ്യാണ്, VL മൈനസ് VC എന്നുള്ള ആ ചെറിയൊരു ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ചെറിയ ഭാഗമാണ് VL മൈനസ് VC എന്നുള്ളതായിട്ട് അടയാളപ്പെടുത്തിയുള്ളത്. അതിൻ്റെ കൂടെ സാധാരണയായിട്ട് ഇൻഫേസ് ആയിട്ട് വന്നിട്ടുള്ള റെസിസ്റ്റൻസ് VRും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നെറ്റ് ഉത്തരം, അതായത് ഇതിൻ്റെ രണ്ടും കൂടി വെക്ടർ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമാണ് V എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ V എന്ന് ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ട് ഇൻറ്റു ആ സർക്യൂട്ടിലെ ഇമ്പിഡൻസ് എന്നാണ്. അതായത് വോൾട്ടേജ് സമം കറണ്ട് ഇൻറ്റു ഇമ്പിഡൻസ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z ആയിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ അതേ സാധനം തന്നെയാണ്. എത്ര ഒരു AC പാസ് ചെയ്യുന്ന സമയത്ത് എത്ര റെസിസ്റ്റൻസ് ഫോർ ആൻ AC സർക്യൂട്ട്, ഒരു AC സർക്യൂട്ടിന് കൊടുക്കുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇമ്പിഡൻസ് അല്ലെങ്കിൽ Z എന്നായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇമ്പിഡൻസ് എന്നാണ് അതിന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസിന് എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വെക്ടർ ഡയഗ്രം തന്നെ വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഫേസർ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും, ഫേസർ ആയാലും വെക്ടർ ആയാലും ഇതിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ എന്താണ് എഴുതിയിട്ടുള്ളത്, ഇവിടെ V സമം IZ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് V ഈക്വൽ ടു IR എന്ന് എഴുതുന്ന പോലെ റെസിസ്റ്റൻസിന് പകരം നമ്മൾ എഴുതുന്നത് Z എന്നാണ്.
ഒന്നുകൂടെ പറയാം, വി ഈക്വൽ ടു ഐ ആർ എന്ന് എഴുതുന്ന പോലെ. ഇതിപ്പോൾ നമുക്ക് ഓംസ് ലോ ആണ് അല്ലേ. അപ്പോൾ അതേ ഓംസ് ലോയിൽ എഴുതുന്ന പോലെയാണ് നമുക്കിവിടെ വി ഈക്വൽ ടു ഐ സെഡ് എന്ന് കിട്ടുന്നത്. അപ്പോൾ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, അത് തന്നെയാണ് കറണ്ട് ഇൻറ്റു ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. അപ്പോൾ അതിൻ്റെ അളവിനെയാണ് നമുക്കവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇവിടെ വി എന്നുള്ളത് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താനാവുന്നത്. അതുകൊണ്ടാണ് ആ ഇക്വേഷൻ നമ്മൾ അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ഇക്വേഷൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, വി സമം ഐ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് ഇ ഹോൾ സ്ക്വയർ എന്നുള്ള സംഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു വി ഈക്വൽ ടു ഐ സെഡ് എന്നാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വി ഈക്വൽ ടു ഐ ഇൻറ്റു ഈ വലിയ കമ്പോണൻറ്റും നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് താരതമ്യം ചെയ്താൽ മതി. വി ഈക്വൽ ടു ഐ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് ഇ ഹോൾസ് സ്ക്വയർ എന്നുള്ളതും പിന്നെ നമ്മൾ എന്താണ് വി ഈക്വൽ ടു ഐ സെഡ് എന്നുള്ളതും കൂടി കമ്പയർ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്, ഈ ഇത്രയും ഭാഗമാണ് ഈ സെഡിലായിട്ട് ഒതുങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു എ സി സർക്യൂട്ട് തന്നിട്ടുണ്ട്, ആർ എൽ സി എ സി സർക്യൂട്ടാണ് തന്നു വെച്ചാൽ അതിൻ്റെ ഇമ്പിഡൻസ് നമ്മൾ നോക്കുന്നത് എത്രയാണ്, സെഡ് സമം റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ എന്നുള്ള ഈ ഒരു സമവാക്യത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ആർ എൽ സി സർക്യൂട്ടിൽ എൽ സി ആർ എന്ന് പറഞ്ഞാൽ തെറ്റില്ല, പക്ഷേ ആർ എൽ സി എന്നാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തിരുത്തി പറയുന്നത്. ആർ എൽ സി സർക്യൂട്ടിൽ സെഡിൻ്റെ പ്രതിരോധത്തിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ആർ എൽ സി സീരീസ് സർക്യൂട്ടിലൂടെ പഠിക്കുന്നത്. അപ്പോൾ സീരീസ് സർക്യൂട്ടിൽ മെയിനായിട്ട് വരുന്നത് എന്താണ്, ഇതിൻ്റെ ഫേസർ ഡയഗ്രാം എന്നുള്ളത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, വി എന്നുള്ള വോൾട്ടേജും നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള വൈദ്യുതി എത്രയാണ് ഐ എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് അല്ലേ. ആ കറണ്ടും തമ്മിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വി എന്നുള്ളത് ഇവിടെയാണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് ഇവരുടെ രണ്ടുപേരുടെയും തുക ആയിട്ട് വരുന്നതാണ് വി എന്നുള്ളത്. അതിനുശേഷം ആദ്യം നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്ന കറണ്ട് ഐ എന്നുള്ള കറണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഒരു സർക്യൂട്ട് ഉണ്ട്, സർക്യൂട്ടിൽ എന്തൊക്കെയോ കമ്പോണൻറ്റുകളുണ്ട്, പക്ഷേ നമ്മളിവിടെ ഒരു വി എന്നുള്ള സോഴ്സ് കൊടുത്തിട്ടുണ്ട്. വി എന്നുള്ള സോഴ്സിൻ്റെ ബദലായിട്ട് എന്താണ്, ഇതിൽ കൂടെ ഐ എന്നുള്ള കറണ്ട് പോകുന്നുണ്ട്. പക്ഷേ അവർ രണ്ടും എന്തിലല്ല പോകുന്നത്, അവർ രണ്ടുപേരും ഇൻ ഫേസ് അല്ല, നോട്ട് ഇൻ ഫേസ് അല്ലാതെയാണ് അവർ നിൽക്കുന്നത്. അപ്പം അവർ ഇൻ ഫേസ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ അവർക്ക് ഇടയിലായിട്ടൊരു ആംഗിൾ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ആ ആംഗിളിനെയാണ് ഇവിടെ ഫൈ എന്നുള്ളതായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫൈ എന്നുള്ള ആംഗിൾ പറഞ്ഞു തരുന്നത് എന്താണ്, വി എന്നുള്ള വോൾട്ടേജും ഐ എന്നുള്ള കറണ്ടും, അതായത് വി എന്നുള്ള വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഐ എന്നുള്ള കറണ്ടും തമ്മിലുള്ള ആംഗിളാണ് ഫൈ. അപ്പോൾ ഫൈ എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് ഫൈ ടാൻ ഫൈ എന്നത് എന്തായിട്ട് എടുക്കുന്നത്, എക്സ് എൽ മൈനസ് എക്സ് സി ബൈ ആർ എന്നുള്ളത്. അതിൻ്റെ പൂർണ്ണ രൂപമാണത്. എങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു സമവാക്യത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഞാൻ ചേർക്കാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്നുള്ള ഒരു സാധനമുണ്ട്. അപ്പോൾ ഇമ്പിഡൻസ് ട്രയാങ്കിൾ പറയുന്ന സമയത്ത് നമുക്ക് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്, ആർ എന്നുള്ളൊരു റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണാനുള്ളത് എന്താണ്, എക്സ് എൽ മൈനസ് എക്സ് സി എന്നുള്ള ഭാഗം. ഇവർക്ക് രണ്ടുപേരുടെയും തുകയായിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ഇവരുടെ രണ്ടുപേരുടെയും തുകയായിട്ട്. പക്ഷേ ഇമ്പിഡൻസ് ട്രയാങ്കിൾ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ല വരേണ്ടത്, ഇവിടെ സെഡ് വരുന്നത്. പക്ഷേ ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ വരയ്ക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് എക്സ് എൽ മൈനസ് എക്സ് സി സെഡ് നമ്മൾ വെക്ടറുകൾ കൂട്ടുന്ന പോലെ കിട്ടുന്നതാണ് ഈ ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സീരീസ് എൽ സി ആർ സർക്യൂട്ടിലൂടെ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. എത്രയാണ് ആംഗിൾ വരുന്നതെന്നുള്ളത് മനസ്സിലാക്കുക, എത്രയാണ് ഇമ്പിഡൻസ് വരുന്നതെന്നുള്ള സമവാക്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഓരോ കമ്പോണൻറ്റുകളുടെയും
റിയാക്റ്റൻസുകളാണ് നമ്മൾ എടുക്കുന്നത്. എൽ എന്നുള്ളത് നമ്മൾ ഒരിക്കലും എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലിനുള്ള സമവാക്യം എങ്ങനെയാണെന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റിയാക്റ്റൻസിൻ്റെ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞതിലൊക്കെ എക്സ് എല്ലും എക്സ് സിയും എന്നുള്ള 2 കമ്പോണൻറ്റുകളാണുള്ളത്. അപ്പോൾ എക്സ് എൽ എന്താണെന്നുള്ളതും എക്സ് സി എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടെ നമുക്ക് ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ എക്സ് എൽ എന്നുള്ളത് 2πf എൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 2πf എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സപ്ലൈ ചെയ്യുന്ന ഫ്രീക്വൻസി, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചുറ്റിലുള്ള, അതായത് ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റൻസ് വാല്യൂ എത്രയാണെന്നുള്ളതും കൂടിയാണ് അവിടെ കാണിക്കുന്നത്. ഇനി അടുത്തത് ചോദിക്കുന്നത് എക്സ് സി എന്നുള്ളത് 1/2πfc എന്നുള്ള ഈ സമവാക്യമാണ്. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കിതിന് നോക്കാനുള്ളത് റെസണൻസ് ഫ്രീക്വൻസിയാണ്. റെസണൻസ് ഫ്രീക്വൻസി അല്ലെങ്കിൽ റെസണൻസ് എന്നുള്ള ഫിനോമിനൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കണം. റെസണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളിപ്പം നേരത്തെ കണ്ടിട്ടുള്ള ഈ ഒരു RLC സർക്യൂട്ട് ഉണ്ടല്ലോ, RLC സർക്യൂട്ടിൽ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്? Z സമം √R² + XL - XC ഹോൾ സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ഈ ഒരു ഭാഗം 0 ആയിട്ട് മാറണം. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം, XL സമം XC ആവുന്ന സമയത്താണ് ഈ XL - XC എന്നുള്ളത്, അതായത് 5 - 5 എന്നുള്ളതാണ് 0 ആവുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എന്താണ്, XLഉം XCയും തുല്യമാകുന്ന സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം 0 മാറുക. അപ്പോൾ ആ ഭാഗം ഇല്ലാതെയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് Z എന്നുള്ളതിന് പുതിയ വ്യാഖ്യാനം കൊടുക്കുന്നത് എങ്ങനെയാണ്? Z = √R² + 0 എന്നുള്ളത്, 0 എന്നുള്ളത് എഴുതുന്നില്ല, റൂട്ട് ആയിട്ട് വരും. അതായത് Z = R. അപ്പോൾ ഒരു സീരീസ് LCR സർക്യൂട്ടിൽ നിന്ന് എന്താണ്, അതിൻ്റെ ഇമ്പിഡൻസിൻ്റെ അളവ് ആ സർക്യൂട്ടിൽ റെസിസ്റ്റൻസിന് തുല്യമാവുന്ന കണ്ടീഷനെയാണ് നമ്മൾ റെസണൻസ് എന്ന് പറയുന്നത്. അതായത് സീരീസ് LCR സർക്യൂട്ടിൽ റെസണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്തുള്ള പ്രത്യേകത എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു. ആ സമയത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ XL അളവും XC അളവും ഒരു സർക്യൂട്ടിൽ വരുന്ന റിയാക്റ്റീവ് കപ്പാസിറ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും തമ്മിൽ എന്താണ്, തുല്യമായി വരുന്ന അവസ്ഥയാണ്. അപ്പോൾ അവർ തമ്മിൽ തുല്യമായി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം 0 ആവും. അതുകൊണ്ട് തന്നെ എന്താവുന്നുണ്ട്, XL - XC എന്നുള്ളത് 0 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, Z ആ സർക്യൂട്ടിലെ ഇമ്പിഡൻസിൻ്റെ മൊത്തം അളവിനെ നമുക്ക് എന്തായിട്ട് പരിഗണിക്കാം, R എന്നുള്ളതായിട്ട് റെസിസ്റ്റൻസിൻ്റെ അതേ അളവായിട്ട് തന്നെ പരിഗണിക്കാം. അങ്ങനെയാണ് റെസണൻസ് ആയിട്ട് വരുന്നത്. അതിന് റെസണൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യമാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. അതായത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ആ 2 സമവാക്യങ്ങൾ പറഞ്ഞ്, സമവാക്യങ്ങൾ ഒന്നും കൂടെ നോക്കുക. XL എന്നുള്ളത് 2πfL എന്നും XC എന്നുള്ളത് 1/2πfc എന്നുമാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഫ്രീക്വൻസി എന്നുള്ളതിൻ്റെ അളവ് മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊരു സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് വരുന്നതെങ്കിൽ, അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ 2πfLഉം 2πfcയും തുല്യമാകുന്നു എങ്കിൽ നമുക്ക് ഫ്രീക്വൻസി എന്നുള്ളതിന് ഒരു പുതിയ ഇക്വേഷൻ രൂപപ്പെടുത്താനായിട്ട് പറ്റും. അതായത് ആ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/2π√LC എന്നുള്ള ഒരു ഇക്വേഷനായിട്ടാണ് രൂപപ്പെടുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സർക്യൂട്ട് എടുത്തിട്ടുണ്ട്, L ഇത്രയുള്ള ഒരു സർക്യൂട്ടും അളവ് ഇത്രയുള്ള സർക്യൂട്ടുമാണ്. അപ്പോൾ ആ സർക്യൂട്ടിൽ നമ്മൾ റെസണൻസിന് വേണ്ടി കൊടുക്കേണ്ട ഫ്രീക്വൻസി കണ്ടെത്തുന്നതിനുള്ള ഇക്വേഷനാണ് ഈ എഴുതിയിട്ടുള്ളത്. അപ്പോൾ F സമം 1/2π√LC എന്നുള്ള സമവാക്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്രയാണ് കൊടുക്കേണ്ട ഫ്രീക്വൻസി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ഈ ഫ്രീക്വൻസി എന്നുള്ളതിന് മാറ്റിയിട്ട് 2πf എന്നുള്ളതാണെങ്കിൽ അതിനെ നമുക്ക് ഒമേഗ എന്ന് വിളിക്കാം. അതുകൊണ്ടാണ് അവിടെ തിരുത്തി എഴുതിയിട്ടുള്ളത്. ഇവിടെ ഇൻറ്റു 2π വരുന്ന സമയത്ത് ഇതിനെ മൊത്തം ഒമേഗ എന്ന് മാറ്റിയിട്ടാണ് 1/√LC എന്നുള്ളത് മാത്രം ഇവിടെ
സൈഡിലായിട്ട് എഴുതിയുള്ളൂ, വലതുവശത്തായിട്ട് എഴുതിയുള്ളൂ. അപ്പോൾ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഒരു ഫ്രീക്വൻസിയാണ്, പക്ഷേ ആ ഫ്രീക്വൻസിയിൽ നമ്മൾ സീരീസ് LCR സർക്യൂട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡക്ടറിൻ്റെ വാല്യൂയും കപ്പാസിറ്റൻസിൻ്റെ വാല്യൂയും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ റിയാക്റ്റൻസുകൾ സെയിം ആയിരിക്കും. അതായത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആയിട്ടുള്ള XLും കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആയിട്ടുള്ള XCയും തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ റെസൊണൻസ് എന്നുള്ള ഫിനോമിനൻ, അതായത് ഒരു പ്രതിഭാസമാണ് അതവിടെ സംഭവിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് പാരലൽ RLC സർക്യൂട്ടാണ്. പാരലൽ RLC സർക്യൂട്ട് ഇതുപോലെ തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീരീസ് RLC സർക്യൂട്ട് പോലെ തന്നെ. പക്ഷേ ഒരു ചെറിയ വ്യത്യാസം ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ കണക്ഷൻ RLC എന്നുള്ളത് മൊത്തം എങ്ങനെയാണ്, പാരലൽ ആയിട്ടാണ് വരുന്നത്.